കേരളത്തിൽ കാലങ്ങളായി പാടിപ്പഴകിയ പല്ലവിയാണ് KSRTC നഷ്ടത്തിലാണ് എന്നത്. എന്നാൽ ഈ KSRTC എങ്ങനെ ലാഭത്തിലേക്ക് എത്തിക്കാമെന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ലതാണ്. ഇത്രയും വലിയ നഷ്ടത്തിൽ കിടക്കുന്ന KSRTCയെ 100 കണക്കിന് കോടികളുടെ ലാഭത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രൊജക്ട് മുന്നോട്ട് വച്ചിരിക്കുകയാണ് രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റിലെ വിദ്യാർത്ഥികൾ. ഈ പ്രൊജക്ട് ഔദ്യോഗികമായി ഇപ്പോൾ KSRTC അംഗീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും വലിയ ലാഭത്തിലേക്ക് ഈ നഷ്ടക്കച്ചവടത്തെ എത്തിക്കുക എന്ന് നമുക്ക് ആ വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ വലിയ നഷ്ടത്തിൽ കൂപ്പുകുത്തി കിടക്കുന്ന അവസ്ഥയിൽ എപ്പോഴും ചർച്ചയിൽ വരുന്ന വിഷയമാണ് KSRTC. ഇതിനെ ലാഭത്തിലേക്ക് എത്തിക്കുന്ന ഈ പ്രൊജക്ട്, ഇതിലെന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയങ്ങൾ? ഫസ്റ്റ് ഓഫ് ഓൾ KSRTC നമ്മൾ ഡേ ടു ഡേ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഡേ ടു ഡേ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഗവൺമെൻറ് സർവീസാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു സർവീസ് കിട്ടിക്കൂടാ? ആൻഡ് നമ്മൾ ജനിച്ച മുതൽ കേൾക്കുന്നതാണ് KSRTC നഷ്ടത്തിലാണ്. അപ്പോൾ ഞങ്ങൾ സ്കിൽ സെറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് KSRTCനെ ലാഭത്തിലാക്കി കൊണ്ടുവരാൻ പറ്റും എന്നൊരു തോട്ടിൽ നിന്നാണ് ഞങ്ങൾ KSRTC പ്രൊജക്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് IDC RCMS നമ്മളെ കോളേജിലത്തെ ബിസിനസ് ക്ലബിൻ്റെ ക്വാളിറ്റി സർക്കിൾ പറഞ്ഞൊരു ഇനീഷ്യേറ്റീവിലാണ് നമ്മളിത് ചെയ്തത് ഈ പ്രൊജക്റ്റ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ 2004 മുതൽ 2016 വരെയുള്ള KSRTCയുടെ ഫിനാൻഷ്യൽസ് അനലൈസ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഡിറൈവ് ചെയ്തു. അത് നമ്മൾ കേരളം 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് സർവേ കണ്ടക്ട് ചെയ്തു. ആൻഡ് ഓൾസോ നമ്മൾ ഡെവലപ്ഡ് കൺട്രീസ് യൂസ് ചെയ്ത ബിസിനസ് സ്ട്രാറ്റജീസ്, അവരെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യൂസ് ചെയ്ത സ്ട്രാറ്റജീസ് കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് കൊണ്ടുവരണമെന്ന് നോക്കിയിട്ട് അത് പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് സമ്മറൈസ് ചെയ്തത്. ഇപ്പോൾ ചെറിയ ലാഭമല്ല, 600 കോടിയുടെ ലാഭമാണ് നിങ്ങളുടെ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്താൽ KSRTCക്ക് ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നത്. ഇത്രയും വലിയൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിയുമെന്ന് എന്തൊക്കെ വഴികളിലൂടെയാണ് നിങ്ങൾ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് വെക്കുന്നത്? 600 കോടി KSRTCനെ സംബന്ധിച്ച് അത്ര വലിയ എമൗണ്ടേ അല്ല. KSRTC 12,000 കോടി കടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 600 കോടി പറയണത് കമ്പാരിറ്റീവ്ലി ഭയങ്കര ചെറിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ ഞങ്ങൾ വെച്ചത് ഇപ്പോൾ KSRTCയുടെ 46.5% ടോട്ടൽ എക്സ്പെൻസ് ഫ്യൂവലാണ്. എണ്ണ അടിക്കാണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്യൂവൽ എങ്ങനെ നമുക്ക് മൈലേജ് ഏറ്റവും കൂട്ടാൻ പറ്റും? KSRTCയുടെ മൈലേജ് ഏറ്റവും കൂട്ടണം, ഫ്യൂവൽ എഫിഷ്യൻസി മാക്സിമം ആക്കണം. അപ്പോൾ അതിന് ഡ്രൈവിംഗ് അസിസ്റ്റൻറ്റ് പറഞ്ഞൊരു സിസ്റ്റമാണ് ഞങ്ങൾ റെക്കമെൻഡേഷൻ വെച്ചത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിലുള്ളൊരു മൊബൈൽ ആപ്പ്, ഈ മൊബൈൽ ആപ്പിൽ എത്ര സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര RPM മെയിൻറ്റെയിൻ ചെയ്യണം, ഏത് ഗിയർ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഡ്രൈവറിന് കോൺസ്റ്റൻ്റ് ആയിട്ട് പറയും. ആൻഡ് നമുക്കറിയാം KSRTC ഡ്രൈവേഴ്സ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അവർ വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ്. പക്ഷേ മാനേജ്മെൻറ്റിന് KSRTC ഡ്രൈവേഴ്സ് നന്നായി വണ്ടി ഓടിക്കുന്നുണ്ടോ എന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് മെഷർ ചെയ്യാം, അവരെ ഡ്രൈവിങ് അനലൈസ് ചെയ്യാൻ പറ്റും, അവരെവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. ഇതിന് മാത്രം നമുക്ക് 200 കോടി രൂപ സേവ് ചെയ്യാൻ പറ്റും ഫ്യൂൽ എക്സ്പെൻസിൽ നിന്ന്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, എല്ലാ വീടുകളിലും 2-3 വാഹനങ്ങളായി കഴിഞ്ഞു, പ്രൈവറ്റ് വാഹനങ്ങൾ കൂടി കഴിഞ്ഞു. അപ്പോൾ ഈ പ്രൈവറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ മാനസികമായി ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തിക്കേണ്ടതുണ്ട്. അതിനെങ്ങനെയാണ് ഒരു പോസിബിലിറ്റി? കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു ഹൗസ് ഹോൾഡിൽ 1.5 വണ്ടിയുണ്ട്. അത് നാഷണൽ ആവറേജിൽ നോക്കുകയാണെങ്കിൽ വെറും 0.2 മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര വലിയ ഡിഫറൻസ് ആണ്. ആൻഡ് ഓൾസോ കേരളത്തിലെ പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ എണ്ണം ഡേ ബൈ ഡേ ഭയങ്കര ഒരു ഡ്രാസ്റ്റിക്കായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കുറക്കണം. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ആൾക്കാർ പ്രൈവറ്റ് വെഹിക്കിൾസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം അവർ കൺവീനിയൻസിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. പ്രൈവറ്റ് വെഹിക്കിൾസ് നമുക്കറിയാം ഭയങ്കര എക്സ്പെൻസീവ് ആണ് കമ്പയർ ടു പബ്ലിക് ട്രാൻസ്പോർട്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ ആൾക്കാർ ബസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നല്ല ബസ് വേണം, നല്ല AC ആയിട്ട്, നല്ല കൺവീനിയൻ്റ് ആയിട്ട്, നല്ല സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ബസ്സസ് വേണം. അപ്പോൾ നമ്മൾ ആനവണ്ടി എന്നൊക്കെ പറയുമെങ്കിൽ കൂടിയും നമ്മളെ ബസ് ഭയങ്കര പഴയതാണ്. ആനവണ്ടി, പാട്ടുവണ്ടി എന്നാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ കാണാറ്. അപ്പോൾ നമുക്ക് പാട്ടുവണ്ടിയല്ല, നമുക്ക് നല്ല ബസ്സസ് തന്നെ വേണം. അത് ഇവൻച്വലി നമുക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. ഓൾസോ KSRTC തീരെ മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ KSRTCക്ക് എന്തൊക്കെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളതും ഞങ്ങൾ റെക്കമെൻഡേഷൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫ്യൂവൽ എങ്ങനെ സേവ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു. അതുവഴി എത്ര കോടിയുടെയാണ് ലാഭം? 200 crore. 200 കോടിയുടെ ലാഭം ഫ്യൂവലിൽ നിന്ന് മാത്രം ഉണ്ടാക്കാൻ കഴിയും. മറ്റെന്തൊക്കെ മാർഗ്ഗങ്ങളാണ്, മറ്റെന്തൊക്കെ വഴികളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം E-commerceൻ്റെ കാലമാണിത്. ഇപ്പോൾ ബസ്സിൻ്റെ മേലത്തെ സ്പേസ് E-commerce കമ്പനീസിന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ലീസ് ഔട്ട് ചെയ്യുക. അപ്പോൾ അതിൽ അവർക്കൊരു ഡോക്ക് സെറ്റ് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ബസ്സിൻ്റെ മേലത്തെ സ്പേസ് ലീസിനോട് കൂടിയിട്ട് 36.5 കോടി ആവറേജ് ഇയർലി റവന്യൂ അതിൽ നിന്ന് വരും. ദെൻ ബസ്സിൻ്റെ ഡിപ്പോയുടെ പേര് മാറ്റുക. ഇപ്പോൾ നമുക്കറിയാം KSRTCയുടെ ഡിപ്പോ കേരളത്തിലെ എല്ലാ കണ്ണായ സ്ഥലത്താണ് ഉള്ളത്. ഈ കണ്ണായ സ്ഥലം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആലുവ ഉള്ളത് മിൽമ ആലുവ ആക്കാം, അല്ലെങ്കിൽ റിലയൻസ് ആലുവ ആക്കാം. ഇതോടുകൂടി തന്നെ നമുക്ക് ഈ പേരും എടുക്കുന്ന കമ്പനീസിന് ഇതിൻ്റെ മെയിൻ്റെനൻസ് കൊടുക്കാൻ പറ്റും. അവർ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാക്സിമം ക്ലീൻ ആയിട്ട്, മാക്സിമം ബെസ്റ്റ് ടോയ്ലറ്റ്സും എല്ലാതും ആക്കിയിട്ട് അവർ നോക്കിക്കോളും. അതായത് ഓരോ ബസ് സ്റ്റേഷനുകളും ഓരോ കമ്പനികളുമായി ബ്രാൻഡ് ചെയ്യുക. യെസ്, ഇതിൽ നിന്ന് നമുക്കൊരു വലിയ എമൗണ്ട് തന്നെ റേസ് ചെയ്യാൻ പറ്റും.
ഇത് നമുക്ക് പക്ക ക്വാളിറ്റേറ്റീവ് ആണ്. എല്ലാ ബ്രാൻഡ് ടു ബ്രാൻഡ് ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് ലീസ് ചെയ്യുന്ന പ്രൈസ്. സോ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല, ബട്ട് ഷുവർ 100 crores പ്ലസ് നമുക്ക് റവന്യൂ ഇതിൽ നിന്ന് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് KSRTC ഒഫീഷ്യലി അംഗീകരിച്ചിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഈ പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് 1.5 വർഷത്തോളം ഈ പ്രൊജക്റ്റുമ്പോൾ വർക്ക് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കാണാൻ പോകുമ്പോഴും എല്ലാവരും പറയും ഇത് വർക്കാൻ പോകുന്നില്ല, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. ബട്ട് നമ്മളെ കേരളത്തിലെ സ്റ്റുഡൻസിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഗവൺമെൻറ് ഞങ്ങളെ വോയിസ് കേൾക്കുന്നുണ്ട്. സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും വളരെ ഗംഭീരമായൊരു ഇനീഷ്യേറ്റീവാണ് രാജഗിരി സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നഷ്ടത്തിൽ കിടക്കുന്ന KSRTCയെ 600 കോടി ലാഭത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിരിക്കുന്ന പ്രൊജക്റ്റിൽ പറയുന്നത്. അതെന്തായാലും ഔദ്യോഗികമായി തന്നെ KSRTC അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ സ്വന്തം മാനവണ്ടി വലിയ ലാഭത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് സവിൻ ചത്തിലിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.